എന്റെ മോളെ കൊലയ്ക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അവളെ ഇനി ഒരിടത്തേക്ക് അയക്കാൻ എനിക്ക് താല്പര്യമില്ല. ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ അവളെയും കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. ഗാഥമോളുടെ വിവാഹ ജീവിതം സംരക്ഷിക്കണമെങ്കിൽ അത് അവര് ചെയ്തോട്ടെ. അതാണ് അമ്മേ, ഇപ്പൊ ഈ പറഞ്ഞ വാചകമില്ലേ, അത് നന്നായിട്ട് ഓർമ്മ വേണം. ഇതെങ്ങാനോ അമ്മ മാറ്റൂന്ന് ഞങ്ങൾക്ക് തോന്നിയാലേ. കുറച്ച് മനുഷ്യത്വം ഉണ്ടായിപ്പോയി മോളെ. അതുകൊണ്ടാ പലരും പലതും പറയുമ്പോ സ്വന്തം ജീവൻ പോലും നോക്കാതെ എടുത്തിയാടുന്നേ. പക്ഷേ അതൊക്കെ അവളെയാണ് ബാധിക്കുന്നതെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗോപാല, നമ്മുടെ കൃഷ്ണയെ നമ്മൾ കൊണ്ടുപോകും. അതിനകത്തൊരു സംശയം വേണ്ട. ഇതെന്റെ തീരുമാനം. ഞാനെന്താ ഇവിടെ? ഞാൻ എങ്ങനെ ഇവിടെ എത്തിയത്? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്നേ? മോളെ ആദ്യം ഒന്ന് സമാധാനിക്ക്. നമുക്ക് സംസാരിക്കാം. നിങ്ങൾ എന്നെ കൊല്ലം കൊണ്ടുവന്നല്ലേ? പറ, എന്നെ കൊല്ലം കൊണ്ടുവന്നല്ലേന്ന്. മോളെ മോളെ സത്യത്തിൽ നടന്ന എന്താന്ന് വിട്. എനിക്കൊന്നും കേക്കണ്ട. എനിക്കിപ്പോ ഇവിടുന്ന് പോണം. പോകാം, വേണമെങ്കിൽ ഞാൻ തന്നെ കൊണ്ടേയാക്കാം. നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ എന്നെ മുന്നിൽ പോ. മോളെ പോവാനല്ലേ പറഞ്ഞേ? പോ, ഇറങ്ങി പോ. പോവാനേ പറയുന്നൊന്ന് കേൾക്ക്. പോ. മോളെ പോ. മോളെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാൻ നിന്റെ ശത്രു അല്ല. നിങ്ങൾ എന്റെ ശത്രു തന്നെയാ. നിങ്ങൾ എന്നെ കൊല്ലാൻ നോക്കുന്നവളാ. നിങ്ങളോട് ഞാൻ ഇവിടുന്ന് പോവാനാ പറഞ്ഞത്. നിങ്ങളെ ഞാൻ കൊല്ലും. പോ, ഇറങ്ങി പോ. ഞാൻ പറയട്ടെ ഒന്ന്. ഞാൻ പറയുന്നു കേട്ടു. പോവാനല്ലേ പറയട്ടെ? പോ. ഏയ് ഏയ് പോ.